പ്രിയപ്പെട്ട വള്ളിക്കാവ് മോഹൻദാസിന് ലഭിച്ച ഈ പുരസ്കാര ലബ്ധിയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകുന്നത് അനുചിതമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എനിക്ക് മികച്ച ഗവേഷണ പ്രബന്ധത്തിനുള്ള പുരസ്കാരം ലഭിച്ചതിന് പിന്നിലും ഗുണ്ടർട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. കാരണം ഞാൻ എൻ്റെ PhD പ്രബന്ധത്തിന് വേണ്ടി ഡാറ്റ കളക്ഷൻ നടത്തുന്നതിനിടയിൽ സ്കറിയ സക്കറിയ മാഷിനെ നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. സ്കറിയ സക്കറിയ മാഷിൻ്റെ വീട്ടിൽ നിന്നാണ് ഗുണ്ടട്ടിൻ്റെ പല വിലപിടിച്ച പുസ്തകങ്ങളും രേഖകളും ഒക്കെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. എൻ്റെ PhD പ്രബന്ധം വ്യാകരണവുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായിട്ടും ഗുണ്ടട്ടില്ലാതെ മലയാള വ്യാകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നറിയാമല്ലോ. അപ്പോൾ ആ തരത്തിൽ എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ, ഗുണ്ടട്ട് ലൈബ്രറിയിൽ ഏത് ഷെൽഫിലാണ് പുസ്തകം ഇരിക്കുന്നതെന്ന്, ഗുണ്ടട്ടിൻ്റെ പുസ്തകം ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയാം. അത് ഞാനവിടെ പോയിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ സ്കറിയ മാഷ് കൃത്യമായിട്ട് എഴുതി വെച്ചിരുന്നു. അത് കേട്ടിട്ട് കണ്ടിട്ട് ഞാൻ എൻ്റെ പ്രബന്ധത്തിലും അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രബന്ധം വായിക്കുന്നവർ, അത് പിന്നീട് പുസ്തകമായിട്ടുണ്ട്, ആ പ്രബന്ധം വായിക്കുന്നവർ കരുതും ഞാൻ ഗുണ്ടട്ട് ലൈബ്രറി നേരിട്ട് ഇന്ന് തൊട്ട് ഗുണ്ടട്ടിനെ അനുഭവിച്ചിട്ടാണിത് എഴുതിയതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സൂത്രപ്പണി ഞാനിത് ഓർക്കുകയാണ്. കാരണം എന്നെ ഇവിടെ വിളിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഇക്കാര്യം ഗുണ്ടട്ട് എന്നെ സഹായിച്ചത്, പല മട്ടിൽ സഹായിച്ചതിനെ കുറിച്ച് ഈ അവസരത്തിൽ കൃതജ്ഞതാപൂർവ്വം ഓർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ ഗുണ്ടട്ടിൻ്റെ നിഘണ്ടു നിർമ്മാണ മാതൃകയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇത്രയും ചെറിയ സമയം കൊണ്ട് സംസാരിച്ച് തീർക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഞാനൊരു പ്രബന്ധം തയ്യാറായി കൊണ്ടുവന്നിട്ടുണ്ട്. താല്പര്യപ്പെടുന്ന വർഷം ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി, റെഫറൻസിന് വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതുകയാണ്. അല്ലാതെ മുഴുവൻ വായിച്ചു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ വഴിയൊന്നും തോന്നുന്നില്ല. ഇവിടെ വിദ്യാർത്ഥികൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ NBS ബാസൽ മിഷൻ ഇറക്കിയതിന് ശേഷം NBS ആദ്യമായി പുറത്തിറക്കിയ 62 നിഘണ്ടു എൻ്റെ കൈവശമുണ്ട്. ഗുണ്ടട്ട് നിഘണ്ടുവാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറയാമെന്ന് കരുതിയതാണ്. തൽക്കാലം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഗുണ്ടട്ട് നിഘണ്ടു എങ്ങനെയാണ് മലയാളികൾക്ക് വേണ്ടപ്പെട്ടതായി തീർന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉദാഹരണ സഹിതം പറഞ്ഞിട്ട് എൻ്റെ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് വരികയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രിയപ്പെട്ട ആരോ പറഞ്ഞതുപോലെ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു അല്ല ഗുണ്ടട്ട് നിഘണ്ടു. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ആണ് ഗുണ്ടട്ട് നിഘണ്ടു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണകൃതി ഗുണ്ടട്ടിൻ്റെ വ്യാകരണമാണ്, മലയാള ഭാഷാ വ്യാകരണമാണെന്ന് പറയാറുണ്ട്. മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഭാഷാ വ്യാകരണകൃതി എന്ന നിലയിൽ അത് പ്രസക്തവുമാണ്. പക്ഷേ അതല്ല മലയാള ഭാഷയെ മുൻനിർത്തി രചിക്കപ്പെട്ട ആദ്യത്തെ വ്യാകരണകൃതി. എങ്കിലും ഏതൊരു മലയാളിയോടും ഗവേഷകരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഏത് മലയാളിയോട് ചോദിച്ചാലും ആ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയ ഉത്തരം പറയും ഗുണ്ടട്ട് നിഘണ്ടു. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും പ്രസക്തമായ കാര്യമല്ല. ഇപ്പം നമ്മൾ പല മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ടോ എന്ന് ആ മതവിശ്വാസികളോട് ചോദിക്കുന്ന പോലെയാണ്. നിങ്ങളൊരു ക്രിസ്ത്യാനിയോട് ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വായിച്ചിട്ടില്ലെങ്കിൽ പോലും വായിച്ചതുപോലെ അങ്ങ് അഭിനയിക്കുന്നത് പോലെയാണ്. മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ നിഘണ്ടു ഏതാണെന്ന് വെച്ചാൽ ഗുണ്ടട്ട് നിഘണ്ടു. അത് കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ, അത് പ്രസക്തമല്ല. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണകൃതി ഏത്, ഭാഷയിലെ ആദ്യത്തെ വ്യാകരണകൃതി ഏത്, മലയാള ഭാഷാ വ്യാകരണം. ഈ രണ്ട് ഉത്തരങ്ങളും നമ്മളോട് പ്രസ്താവിക്കുന്നത് ഗുണ്ടട്ട് എന്ന് പറയുന്ന ഭാഷാസ്നേഹിയായിട്ടുള്ള മനുഷ്യൻ്റെ വലുപ്പമാണ്. ഞാൻ ആ വലുപ്പത്തെ ചെറുതായി ഒന്ന് പരാമർശിക്കുക മാത്രം ചെയ്യുകയാണ് ആദ്യം, എന്നിട്ട് ഇതിലേക്ക് പോകാമെന്ന് കരുതുന്നു. നമുക്കറിയാം ഏതാണ്ട് 10-24 വർഷം എടുത്തിട്ടാണ് ശ്രീകണ്ഠേശ്വരം മലയാളത്തിലൊരു ശബ്ദവരാവലി തയ്യാറാക്കിയത്. അതിന് എത്രയോ കൊല്ലം മുമ്പ്, ഏതാണ്ട് അത്രയും കാലം കൊണ്ട്, ഏതാണ്ട് 10-24 വർഷം എടുത്തിട്ടാണ് ഗുണ്ടട്ട് ദേശീയ ഭാഷാ പദങ്ങളെയൊക്കെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഒരു നിഘണ്ടു നിർമ്മിച്ചത്. അത് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നിഘണ്ടുവിൽ ഒരു പദം തന്നാൽ ആ പദത്തിൻ്റെ നാനാ വശങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന, സാധാരണ ഒരു മലയാളിക്ക് ചെന്നെത്താൻ പറ്റാത്ത അത്രയും പുറപ്പെടുന്ന തരത്തിലേക്കുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഉൾച്ചേർത്തിട്ടാണ് ഗുണ്ടട്ട് നിഘണ്ടു തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് ആദ്യം നമ്മൾ അടിസ്ഥാനപരമായി ഓർക്കേണ്ട കാര്യം,
ഗുണ്ടർട്ട് ഒരു ഒരു ജർമ്മൻ നേറ്റീവ് ആയതുകൊണ്ട് തന്നെ മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും പഠിച്ചിട്ടാണ് ഈ നിഘണ്ടു തയ്യാറാക്കിയെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ദ്വിഭാഷാ നിഘണ്ടു തയ്യാറാക്കുന്നവർക്ക് അതിൽ ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും നേറ്റീവ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നേറ്റീവ് അല്ലാതെ രണ്ട് ഭാഷയും നേറ്റീവ് അല്ലാതെ തയ്യാറാക്കിയ ഒരു നിഘണ്ടുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സാധാരണ ഒരു നിഘണ്ടുകാരൻ അദ്ദേഹത്തിൻ്റെ അതിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഏതെങ്കിലും ഒരു ഭാഷ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ആയിരിക്കും, അദ്ദേഹം ജനിച്ചു വളർന്ന പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷയായിരിക്കും. പക്ഷേ ഗുണ്ടട്ടിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഷയും മലയാളവും ഇംഗ്ലീഷും അദ്ദേഹത്തിൻ്റെ നേറ്റീവ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുണ്ടട്ട് നിഘണ്ടുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാണും. പക്ഷേ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വെച്ചിട്ടല്ല നമ്മൾ ഗുണ്ടട്ട് നിഘണ്ടുവിനെ വായിക്കുന്നത്, ഗുണ്ടട്ട് നിഘണ്ടുവിനെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നിഘണ്ടുവിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കൊന്നും പോകുന്നില്ല. മലയാളത്തിൽ ആദ്യമായിട്ട് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തി നമുക്കറിയാം. ഞാൻ എൻ്റെ ചരിത്രം ഈ ആദ്യത്തെ നിഘണ്ടു എന്ന ഖ്യാതി ഇല്ലെങ്കിലും ഗുണ്ടട്ടിൻ്റെ നിഘണ്ടു അഗ്രഗണ്യമായി തന്നെ ഏറ്റവും മുമ്പത്തിൽ തന്നെ നിൽക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറച്ച് ഡേറ്റ നിങ്ങളോട് പറയാം. 1846 കോട്ടയത്ത് നിന്ന് അച്ചടിച്ച എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്ന നിഘണ്ടു, ബെഞ്ചമിൻ ബെയ്ലിയുടെ ആ നിഘണ്ടുവാണ് ആദ്യത്തെ നിഘണ്ടുവായിട്ട് ഇതുവരെ നമ്മൾ അറിയപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും ബെഞ്ചമിൻ ബെയ്ലി മറ്റൊരു ദ്വിഭാഷാ നിഘണ്ടു കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡിക്ഷണറി ഇംഗ്ലീഷ് ആൻഡ് മലയാളിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിഘണ്ടുവാണ്. പിന്നെ അതിനുശേഷം 67 കോളിൻ സാഹിബിൻ്റെ ഒരു ശുദ്ധ മലയാള നിഘണ്ടു എന്ന് ഇപ്പം നമ്മൾ വിളിക്കപ്പെടുന്ന ഒരു നിഘണ്ടു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ലാസറോണിൻ്റെ ഒരു 138 പുറമുള്ള ഒരു മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു വന്നിട്ടുണ്ട്. അതിൽ 104 പുറങ്ങളിൽ ഡിക്ഷണറി ആയിട്ടും അതിൻ്റെ 9 പുറങ്ങളിൽ ക്രിയയുടെ വിവരണങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നിഘണ്ടു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് 72 ബാസൽ മിഷൻ നേതൃത്വത്തിൽ ഗുണ്ടട്ടിൻ്റെ നിഘണ്ടു വരുന്നത്. ഈ ഗുണ്ടട്ടിൻ്റെ നിഘണ്ടുവിൻ്റെ പ്രസാധനവുമായിട്ട് തന്നെ ഒട്ടേറെ കൗതുകരമായ വസ്തുക്കളുണ്ട്. അതായത് ഈ നിഘണ്ടു 2 വോളിയമായിട്ട് പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ 1-ാം വോളിയം എഴുതിയിട്ട് അദ്ദേഹം പിന്നെ സ്വദേശത്തേക്ക് പോകുന്ന വഴിക്ക് 11 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പെട്ടിക്ക് ഗുണ്ടട്ടിൻ്റെ ആ ഒരു പെട്ടി കിട്ടാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. ആ പെട്ടിക്കുള്ളിൽ ഈ നിഘണ്ടുവിൻ്റെ ഒരു ഭാഗം കണ്ടതോടുകൂടി അദ്ദേഹത്തിന് സ്വർഗത്തിൽ എത്തിച്ചേർന്ന പ്രതീതിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും ശ്രമപ്പെട്ട് തയ്യാറാക്കിയ ഈ നിഘണ്ടുവിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അത് തിരികെ കിട്ടുന്നത്. അങ്ങനെ ഈ നിഘണ്ടുവിൻ്റെ അച്ചടി ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ അർണോസ് പാതിരി എഴുതിയ കയ്യെഴുത്തായിട്ട് എഴുതിയ നിഘണ്ടു ഇതിനോടൊപ്പം നമ്മൾ വായിക്കേണ്ടതാണ്. അത് പിന്നീട് കേരള സാഹിത്യ അക്കാദമി അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പിന്നെ പരിഭാഷയോടുകൂടി ചേർത്തിട്ട് 88 കേരള സാഹിത്യ അക്കാദമി അത് പ്രസിദ്ധീകരിച്ചു. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ നിഘണ്ടു എന്ന് പറയുന്നത് 1962 NBS ഇറക്കിയ 1-ാം പതിപ്പാണ് നിഘണ്ടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നിഘണ്ടുവിൻ്റെ 2 കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഒന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയും ഒന്ന് ആരും തൊടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നിഘണ്ടു. അങ്ങനെ രണ്ട് നിഘണ്ടു എൻ്റെ അടുത്തുണ്ട്. അത് രണ്ടാവശ്യത്തിനാണ്. ഒന്ന് അതാരും തൊടാതിരിക്കാൻ വേണ്ടി, നേരത്തെ ഒരു സാറ് ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതാരും തൊടരുത് എന്ന് പറഞ്ഞതുപോലെ ആരും തൊടാതിരിക്കാൻ വേണ്ടി എൻ്റെ പുസ്തക ശേഖരത്തിൽ ഒരു ഗുണ്ടട്ട് നിഘണ്ടുണ്ട്. അതോടൊപ്പം എനിക്കും മറ്റുള്ളവർക്കൊക്കെ തൊട്ട് നോക്കാൻ വേണ്ടി ഒരു നിഘണ്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൈഡൊക്കെ തൊട്ട ആൾക്കാർ ഒരാൾ കീറിക്കൊണ്ട് പോയതാണ്, വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാമെന്നും പറഞ്ഞിട്ട്. ഈ ഗുണ്ടട്ട് നിഘണ്ടുവിൻ്റെ ഘടനയിലേക്ക് വരാം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം. ഞാനതുകൊണ്ട് ആദ്യ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഇതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? ഒരു പദം മലയാളം അക്ഷരമാലാക്രമത്തിലാണ് ഈ നിഘണ്ടു ക്രമീകരിച്ചിരിക്കുന്നത്. പദങ്ങളെ മലയാളം അക്ഷരമാലാക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പദത്തിൻ്റെ ഉച്ചാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പദങ്ങളുടെയും ഇല്ല, ഏറെക്കുറെ എല്ലാ പദങ്ങളുടെയും ഉച്ചാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പദം തമിഴ്, തെലുങ്ക്, കന്നഡ ഇതിലേതെങ്കിലും ഭാഷയിൽ ഉണ്ടെങ്കിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്.
ഞാൻ ഇത് ഒരല്പം സമയമെടുത്ത് പറയുന്നതിനെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ കേൾവിക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ഇതിൽ ഈ മലയാള പദം അതേപോലെ അല്ലെ സമാനമായി തമിഴിലോ കന്നഡത്തിലോ തെലുങ്കിലോ പ്രയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചില അക്ഷരങ്ങളാണ്, ചില സൂചകങ്ങളായിട്ടുള്ള ചില അക്ഷരങ്ങൾ കൊണ്ടാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പദത്തിൻ്റെ മൂലധാതു ഇത് ഏത് ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നറിയാൻ വേണ്ടി ആ ധാതുവിൻ്റെ രൂപം കഴിയുന്നിടത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ധാതു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി, ഇതിപ്പം പിന്നെ പണ്ഡിതരുമുണ്ട് അല്ലാതെ വിദ്യാർത്ഥികളും ഉള്ള ഒരു സദസ്സായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ധാതു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് വിര് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വിരൽ എന്ന പദം ഉണ്ടായത്, വിര എന്ന പദം ഉണ്ടായത്. ഈ വിരൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വിരു ധാതുവിൽ നിന്ന് വിരൽ എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം ഈ ഫിംഗർ, ഈ വാക്കിൻ്റെ അർത്ഥം വിരിയുക എന്ന് മാത്രമാണ്. വിരിയുക, വിരിഞ്ഞു വരുന്നത് എന്ന അർത്ഥത്തിലാണ്. നമ്മളിപ്പോൾ ഈ ചിറക് എന്ന അർത്ഥത്തിൽ പക്ഷം എന്ന് പറയുമല്ലോ, പക്ഷം ഉള്ളതെല്ലാം പക്ഷി. അതുകൊണ്ടാണ് നമ്മൾ വിമാനത്തിന് യന്ത്രപക്ഷി എന്നൊക്കെ പറയുന്നത്, യന്ത്രത്തിൻ്റെ ചിറക് വിരിച്ചതുപോലെ. ഇപ്പോൾ അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞു, ഇതെല്ലാം ഗുണ്ടറ്റ് പറയുന്നതാണ് കേട്ടോ. ഗുണ്ടറ്റ് എൻ്റെ വായിൽ കൂടെ പറയുന്നതാണെന്ന് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ വിദ്യാർത്ഥികൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ എണ്ണ എന്ന് പറയാറുണ്ടല്ലോ, എണ്ണ, ഓയിൽ, എണ്ണ. എണ്ണ വാസ്തവത്തിൽ എള്ളിൽ നിന്ന് ഉൽപ്പാദിതമാകുന്ന ആ ഓയിലാണ്. എള്ളിൻ്റെ ആ ഓയിലിനെ മാത്രമാണ് എണ്ണ എന്ന് ആദ്യകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പിന്നെ നമ്മുടെ ചങ്ക് ബ്രോക്കളോടൊക്കെ ചോദിച്ചാൽ എവിടെ പോകുന്നു ചോദിച്ചാൽ എണ്ണ അടിക്കാൻ പോകുമെന്ന് പറയാം. പെട്രോളിന് വരെ ഇപ്പോൾ എണ്ണ എന്നാണ് പറയുന്നത്. എണ്ണ വില കുറഞ്ഞു, ക്രൂഡ് ഓയിലിനെ കുറിച്ച് നമ്മൾ പറയും എണ്ണ വില കുറഞ്ഞു, വെളിച്ചെണ്ണയ്ക്ക് എണ്ണ എന്നാണ് പറയുന്നത്. എല്ലാ ഓയിലുകൾക്കും നമ്മൾ എണ്ണ എന്നാണ് ഈ പിന്നെ അത്തരത്തിൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. വാസ്തവത്തിൽ അത് എണ്ണയെന്ന് പറഞ്ഞ് എള്ളിൽ നിന്ന് ഉൽപ്പാദിതമാകുന്ന ആ ഓയിലിന് മാത്രമാണ്. അപ്പം അത്തരത്തിൽ ധാതുക്കളെ ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി ഗുണ്ടട്ട് ഈ നിഘണ്ടുവിൽ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന്, പേർഷ്യൻ ഭാഷയിൽ നിന്നോ സംസ്കൃതത്തിൽ നിന്നോ അറബിയിൽ നിന്നോ ഒക്കെയാണ് ഭാഷ വന്നിട്ടുള്ളത് എങ്കിൽ അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്തിരുന്നുകൊണ്ട് ചെയ്ത ഒരു വസ്തുവല്ല. 72-ലാണ് ഇത് പ്രസിദ്ധീകൃതമായെങ്കിലും, ആദ്യമായിട്ട് പ്രസിദ്ധീകൃതമായെങ്കിലും അതിന് എത്രയോ കൊല്ലക്കാലം മുമ്പ് തലശ്ശേരി രേഖകളും പയ്യന്നൂർ പാട്ടും ഒക്കെ വ്യക്തമായി പഠിക്കുകയും അദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശവാസികളായിട്ടുള്ള മനുഷ്യരോട് നിരന്തരം ഇടപെട്ടുകൊണ്ടൊക്കെ കണ്ടെത്തിയ വാക്കുകളാണെന്ന് മനസ്സിലാക്കണം. ആ വാക്കുകളിൽ നിന്നാണ് ഇത്രയും പദങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ഇത്രയും പദങ്ങൾ ഉണ്ടാക്കിയെടുത്തതെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഗുണ്ടട്ട് നിഘണ്ടുവിനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ വാക്കുകൾ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ പരിമിതമായ അളവിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നതാണ് മറ്റൊരു വിമർശനം. ഈ തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തൊക്കെ അന്നത്തെ കാലത്ത് എത്തുക എന്ന് പറയുന്നത് തന്നെ അതീവ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു എന്ന് കൂടി ഓർക്കണം. ഇപ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സംസ്കൃതം പോലുള്ള ഭാഷകളിൽ നിന്ന് കടം കൊണ്ട പദങ്ങളാണെങ്കിൽ അത് ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഏത് ഗോത്രത്തിൽ പെടുന്നതാണ് എന്നുകൂടി ഈ നിഘണ്ടുവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ നമ്മുടെ ശബ്ദധാരാവലി ഉൾപ്പെടെയുള്ള നിഘണ്ടുവായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്താൽ പോലും ഇതിൻ്റെ വലുപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡോ യൂറോപ്യൻ ഗോത്രമാണോ, ഏത് ഗോത്രത്തിൽ നിന്നാണ്, ദ്രാവിഡ ഗോത്രമാണോ, ഏത് ഗോത്രത്തിൽ നിന്നാണ് ഒരു പദം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ആ ഗോത്രം സഹിതം പ്രസ്താവിക്കാൻ ഈ നിഘണ്ടു ഗുണ്ടട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി അർത്ഥം ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഗുണ്ടട്ട് നിഘണ്ടു എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. മലയാളം വാക്കുകൾക്ക് ഉള്ള ഇംഗ്ലീഷ് പദമാണ്. ഇംഗ്ലീഷിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അർത്ഥം കൊടുക്കുമ്പോൾ തന്നെ ഒരു പദം എടുത്താൽ ആ പദത്തിന് ഉപവിഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി പട്ടികപ്പെടുത്തുകയാണ്. ഞാൻ ഒരു ഉദാഹരണം, ഇതിനകത്ത് ഏത് പേജ് എടുത്താലും ഉദാഹരണങ്ങൾ കിട്ടും. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു വാക്ക് ആൽ എന്ന് പറയുന്ന വാക്കാണ്. ആലുണ്ടല്ലോ, ബന്യൻ ട്രീ. അത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ബന്യൻ ട്രീക്ക് YAN ആണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്പെല്ലിങ്. പക്ഷേ ഗുണ്ടട്ട് ഇതിനകത്ത് ഉപയോഗിച്ചത് NIAN എന്ന് പറയുന്ന സ്പെല്ലിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് നേറ്റീവ് അല്ലാത്ത ഒരാളാണ്, മലയാളവും നേറ്റീവ് അല്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മളതിൻ്റെ വലിപ്പമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ആൽ എന്നാണ് ഒരു പദമെങ്കിൽ ആലിൻ്റെ ശാസ്ത്രനാമം,
ആ, ആലിന്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ. ഇപ്പൊ ആലെന്ന പദത്തിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് പേരാല്, അത്തിയാല്, അരയാല്, ഇത്തിയാല്, കാട്ടാല്, കല്ലാല്, ചില്ലാല്, ചുവന്ന ആല്, തവിട്ടാല്. ഈ ഈ നിഘണ്ടു നോക്കുന്നത് വരെ, ഇത് ഞാൻ കുറച്ചാൾ മുമ്പേ നോക്കിയതാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇത്രയും തരത്തിലുള്ള ആല് കേരളത്തിലുണ്ടോ എന്ന് ചിലപ്പോൾ അത്ഭുതപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് തമാശ പറഞ്ഞല്ലേ, ഇതുപോലെ ഇപ്പൊ പനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി പനകളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നതാണ്, വിഭാഗങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും പന കേരളത്തിലുണ്ടോ, ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു വാക്ക് എഴുതുമ്പോൾ പോലും, ഒരു വാക്കിനെ കുറിച്ചുള്ള വിശദീകരണം നൽകുമ്പോൾ പോലും ഇത്രയും കാര്യങ്ങൾ, ഇത് മാത്രമല്ല കഴിഞ്ഞിട്ടില്ല, അടുത്തതായിട്ട് ചെയ്തേക്കുന്നത് ഈ പദം ഉൾക്കൊള്ളുന്ന ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ഇതും ചേർത്തിട്ടുണ്ട്. ഞാനിത് ഓർത്തെടുക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു. പദം മലയാളം അക്ഷരമാലാക്രമത്തിൽ കൊടുക്കുന്നു, ആ പദത്തിന്റെ ഉച്ചാരണം കൊടുക്കുന്നു, അതിനുശേഷം ഇത് തെലുങ്കാണോ കന്നഡമാണോ അതോ തമിഴാണോ എന്ന് രേഖപ്പെടുത്തും. അത് അക്ഷരം വെച്ചിട്ടാണ്. തമിഴാണെങ്കിൽ ടി, കന്നഡയാണെങ്കിൽ കെ എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഏത് ഭാഷയിൽ നിന്നാണ്, ഈ ഡോണർ വേർഡ്സ് ആണെങ്കിൽ, അതായത് ഇങ്ങോട്ട് വന്ന പദങ്ങളാണെങ്കിൽ അത് ഏത് ഭാഷയിൽ നിന്നാണ്, പേർഷ്യയിൽ നിന്നാണോ അറബിക്കിൽ നിന്നാണോ അത് രേഖപ്പെടുത്തുന്നു. ഈ സംസ്കൃതം പോലുള്ള പദങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ തനി ദ്രാവിഡ പദങ്ങളാണെങ്കിൽ അത് ഏത് ഗോത്രമാണെന്ന് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു ചെടിയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം വർഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ വർഗീകരണം ഏതൊക്കെ, എത്ര വിഭാഗത്തിൽ ആയിട്ട് അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഇത് കൂടാതെ ഇത് ഈ ഈ വാക്കുൾപ്പെടുന്ന, ഈ പദം ഉൾപ്പെടുന്ന ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ഇതെല്ലാം ചേർക്കുന്നു. ഇനി അതും കൂടാതെ ഈ പദം വരുന്ന, നേരത്തെ ഞാൻ ആലിനെയാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, ആല് വരുന്ന പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ ഇതൊക്കെയാണ്: ആലുഴി, ആലങ്കായ്, ആലമ്പഴം, ആലിൻ പാൽ. എന്നിട്ട് ഈ ഓരോ വാക്കിനും ഈ ആലുഴി എന്താണ്, ആലങ്കായ് എന്താണ്, ആലമ്പഴം എന്താണ്, ആലിൻ പാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥവും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാക്കിൽ തന്നെ. ഈ ആലുഴി എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? ആലുഴി വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിച്ച കേട്ടോ, നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി ചോദിക്കാനൊന്നുമില്ല. ആലുഴി എന്ന വാക്ക് കേട്ടിട്ടുള്ള ആരെങ്കിലും ഒന്ന് കൈപൊക്കിയാൽ മതി. സമയമില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര രസകരമാക്കായിരുന്നു ഈ പരിപാടി. ആലുഴി കേട്ടിട്ടുണ്ടോ? ആലുഴി, ആലുഴി. വള്ളിക്കാവ് സാറെങ്കിലും പറയുമെന്ന് വിചാരിച്ചതാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്, ഒരു കടുക് മണിക്ക് രക്ഷപ്പെട്ട്. ആലുഴി എന്ന് പറഞ്ഞാലേ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ആലുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളൊരു വൈൽഡ് ഗസ് പോലും അടിച്ചില്ല, ഒരു വന്യമായ ഊഹം പോലും കിട്ടിയില്ല. അത് പോട്ടെ. ഈ ആലിൻ്റെ വള്ളി ഉണ്ടല്ലോ, ഈ താഴോട്ട് വരുന്ന, അതിന് പറയുന്ന പേരാണ് അത്ര ആലുഴി. ഈ വേരുണ്ടല്ലോ, ആ വേരിങ്ങനെ താഴോട്ട് വരുന്ന ആ വേരിന് പറയുന്ന മലയാള പദമാണ് ആലുഴി. നന്നായി, എൻ്റെ ഈ സംസാരം കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളൊരു പുതിയ വാക്കെങ്കിലും പഠിച്ചല്ലോ. ഇത് എന്നെ പ്രതിയല്ല, ഈ നിഘണ്ടു എഴുതിയ മനുഷ്യനെ പ്രതിയാണ് എന്ന് ഓർക്കണം. ഇതൊരു മനുഷ്യനാണ് എഴുതിയത്, അല്ല. ഇതിന് അർത്ഥം, ആലുഴിക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നതാണ് ഇറ്റ്സ് ഫോളിങ് റൂട്ട്സ്. ഇറ്റ്സ് ഫോളിങ് റൂട്ട്സ് എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ആലങ്കായി, ആലമ്പഴം, അത് രണ്ടും ഒന്ന് തന്നെ. ഇറ്റ്സ് ഫ്രൂട്ട്. ആലിൻ പാലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മിൽക്ക്, അതിനകത്തൊരു കറ വരുമല്ലോ, അതാണ് ആലിൻ പാല്. ഇങ്ങനെ ഞാനിത് ഒരു ആലിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ നിങ്ങൾ പന എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി എടുത്തു നോക്കൂ, ചെടി വർഗമോ അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ എടുത്തു നോക്കൂ. മനുഷ്യരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഈ ആലിന് താഴെ വരുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആൽ, അത്തിയാല്, അരയാല്, ഇതിനെല്ലാം ശാസ്ത്രീയ നാമങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ അത് സമയക്കുറവ് കൊണ്ട് വായിക്കാത്തതാണ്. കാട്ടാല്, കല്ലാല്, ചുവന്നാല്, ചിറ്റാല്, തവിട്ടാല്, ഇങ്ങനെ പലതരം ആലുണ്ട്. അതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമമുണ്ട്. ചിലപ്പോൾ അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർ പിന്നീട് ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ആലിതുവരെ കഴിഞ്ഞിട്ടില്ല, ആല് തുടരുകയാണ്. ആൽ ആദ്യ ഘടകമായി വരുന്ന സമസ്ത പദങ്ങളെ എടുത്തിട്ട് എഴുതിയിരിക്കുകയാണ്. ആൽത്തറ കെട്ടുക, ആ മേലങ്ങിരുന്നു. കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തൊരു വരിയാണ്. അതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് CG എന്ന്. CG എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു
ഒരു ഗ്ലോസറി ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ഈ ചുരുക്കെഴുത്തുകളെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി ജി എന്ന് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നു. അപ്പോൾ സി ജി എന്ന് ബ്രാക്കറ്റ് ഇട്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തതാണ്. ആൽമേലങ്ങിരുന്നു എന്നുള്ളൊരു സാധനമാണ്, ഒരു വരിയുടെ ഭാഗം. ഇങ്ങനെ അന്ന് ലഭ്യമായ മുഴുവൻ സാഹിത്യകൃതികളെയും ഇതിനകത്ത് പലയിടങ്ങളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. ഈ എന്തൊക്കെയാണ് ഒരു പദത്തെക്കുറിച്ച് ഈ നിഘണ്ടു നോക്കുന്നയാളിന് ആവശ്യമുള്ളത് എന്ന്, ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു സാധനം ഉണ്ടാവരുത് എന്ന ഒരു പക്ഷേ പിടിവാശിയും ഉണ്ടായിരുന്നായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഈ നിഘണ്ടുവിൻ്റെ ഒരു വായനക്കാരന്, അനുവാചകന് എന്തൊക്കെയാണോ ആവശ്യം ഇത് മുഴുവൻ ഉൾച്ചേർക്കാൻ, ഒരു 8 ഘടകങ്ങളായിട്ട് ഇത്ര മുഴുവൻ കാര്യങ്ങൾ ഉൾച്ചേർക്കാൻ ഈ നിഘണ്ടുവിൽ ശ്രമിച്ചിട്ടുണ്ട് ഗുണ്ടട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദേശീയഭാഷയും വർഗഭാഷയും. ഇതാണ് മറ്റൊരു പ്രത്യേകത. ഈ ദേശീയഭാഷ എന്ന് പറഞ്ഞാൽ ഞാനതൊന്ന് വായിക്കാം. നമ്മൾ ഈ മാനക ഭാഷ എന്ന് പറയുന്ന സാധനമല്ല. മാനക ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ ഇല്ല എന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം, മുമ്പ് ഉള്ള പ്രയോഗമാണ്. ഞാൻ തൽക്കാലം അതിൻ്റെ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലോ ഒരു പ്രദേശത്തോ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് ദേശീയ ഭാഷ. അത് കിട്ടാത്തവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. അങ്ങനെ ദേശീയ ഭാഷയുടെ വിഭാഗങ്ങൾ. അതുപോലെ വർഗഭാഷ. വർഗഭാഷ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെട്ടവർ മാത്രം പ്രയോഗിക്കുന്ന വാക്കുകൾ, പദങ്ങൾ. എൻ്റെ PhD പ്രബന്ധം പദവർഗീകരണവുമായി ബന്ധപ്പെട്ടതാണ്. പദങ്ങളെ എങ്ങനെ വർഗീകരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു തീസസാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഗുണ്ടട്ടിൻ്റെ സ്വാധീനം, ഗുണ്ടട്ട് തന്നിരിക്കുന്ന ഡേറ്റ വളരെ അമൂല്യവും അപൂർവവുമാണ്. ഈ പദങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ദേശീയ ഭാഷയുടെ വർഗീകരണം, അതുപോലെ പദങ്ങളുടെ വർഗീകരണം, ഇതൊക്കെ നിർണായകമായ ഭാഷാ ഗവേഷകർക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരു അക്ഷയ ഖനി കൂടിയാണ് ഈ മലയാള ഭാഷാ വ്യാകരണവും അതുപോലെ ഗുണ്ടട്ട് നിഘണ്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇങ്ങനെ ഈ തൊഴിലിലേർപ്പെട്ടവർ ഉപയോഗിക്കുന്ന വാക്കുകളും ദേശീയ ഭാഷയും ഒക്കെ അടയാളപ്പെടുത്താനും ഈ നിഘണ്ടുവിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞായിരുന്നല്ലോ, തെക്കൻ ഭാഷ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും CV രാമൻപിള്ളയുടെ ധർമ്മരാജ തീർച്ചയായിട്ടും നമുക്കറിയാം തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഏറ്റവും റെലിക്കായിട്ടുള്ള, ഏറ്റവും ജെന്യുവനായിട്ടുള്ള ഒരു ഭാഷയാണ് നമുക്ക് മാർത്താണ്ഡവർമ്മയിൽ നിന്ന് കിട്ടുന്നത്. മാർത്താണ്ഡവർമ്മയിലെയും ധർമ്മരാജയിലേക്ക് ചില ഡയലോഗുകൾ എടുത്തിട്ട് ആ സംഭാഷണങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന പദങ്ങളുടെ സമാനമായ പദങ്ങൾ പോലും ഗുണ്ടട്ട് നിഘണ്ടുവിൽ ചേർത്തിട്ടുണ്ട് എന്ന് ഘടിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു സംഗതി മാത്രം ഞാനൊന്ന് വായിക്കാം. ധർമ്മരാജയിലെ ഒരു ഡയലോഗാണ്, എല്ലാ ഡയലോഗും വായിക്കാൻ, സംഭാഷണവും വായിക്കാൻ സമയമില്ല. ഈ എംബോക്കെ മൂദേവിയുടെ പേച്ചിന് കേപ്പോര് വരുമ്പോ പാത്തോളിയും ഏഴിപ്പടയ്ക്കൊപ്പം തിന്നുമുടിക്കണ കൂട്ടം കോലാങ്കൂട്ടം നിൽക്കണവരോ ഈ ചനിയപ്പിഞ്ചിനെ ചെവിയാലെ തൂക്കിയെടുത്ത് മേലെ പടപ്പിക്കൊണ്ട് ചപ്പണ്ട്. ധർമ്മരാജയിലെ ഒരു സംഭാഷണമാണ് കേട്ടോ ഇത്. തിരുവനന്തപുരത്ത് നിന്ന് വന്നവർക്ക് ചിലപ്പം ഇതിൻ്റെ ഒരു അറ്റവും മുറിയൊക്കെ മനസ്സിലാവും. വള്ളിക്കവ സാറിനൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് എംബോക്കി, പേച്ച്, കേപ്പോര്, പാത്തോളിൻ, കോങ്കലാട്ടം, ചനിയപ്പിഞ്ച്, ചപ്പുക, ഇതെല്ലാം ദേശീയ പദങ്ങളാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഈ ചനിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മലബാറിലൊക്കെ ശനിയൻ എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ തിരുവിതാംകൂറിലെ ദേശീയ പദമാണ് ചനിയൻ, ചകാരം. ഇവിടെ ശനിയൻ എന്ന് പറയും. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ശനിയൻ ഇല്ല, പക്ഷെ ശനിയൻ ഈ നിഘണ്ടുവിലുണ്ട്. ഇതാണ്, അതായത് ശരിക്കും ശനിയൻ എന്നുള്ള പദം അവിടെ എത്തുമ്പോൾ ചനിയനാവുകയും അതൊരു സാഹിത്യകൃതിയിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ സാങ്കത്യം ഒരു പക്ഷേ സെൻസ് ചെയ്തിട്ടായിരിക്കാം ഈ നിഘണ്ടുവിൽ ഉൾച്ചേർത്ത്. അതുപോലെ തന്നെ ഉമ്മാച്ചൂലെ ഒരു സാധനമുണ്ട് കേട്ടോ, അതും കൂടെ പറയാം, ഒരു ആവേശത്തിനാണ്. ഈ ഉറുബ് പൊന്നാനിക്കാരനാണെന്ന് അറിയാമല്ലോ, കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് മാറിയിട്ടാണ്. അപ്പം മാഞ്ഞാനം പറയാണ്ട് ചോറ് വയ്ക്കാൻ വരുന്നോളിയും എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് കേട്ടോ. മാഞ്ഞാനം ബേക്കുക, ഇത് രണ്ടും ശരിക്കും ഗുണ്ടട്ട് നിഘണ്ടുവിലില്ല.
ബേക്കുക എന്ന് പറഞ്ഞ സാധനം ഇല്ല. കൊണ്ടിട്ട് പൊന്നാനി വരെ, അതായത് പൊന്നാനിക്കാരുടെ ഭാഷയിൽ എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും വെയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു പദം ഇതിനകത്തുണ്ട്. വെയ്ക്ക് ഉണ്ട്, ചോറുണ്ടുക എന്നാണ് അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതേ പദങ്ങൾ ദേശീയ വ്യത്യാസം ഉണ്ടാകും. കാരണം ഞാൻ ആദ്യമേ എൻ്റെ നിർവചനം പറഞ്ഞല്ലോ, ഒരു പ്രത്യേക പ്രദേശത്ത് ഉള്ള മനുഷ്യർ സംസാരിക്കുന്ന പെരുമാറുന്ന ഭാഷയാണ്. ആ ഭാഷ അതേപടി പ്രയോഗിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ചില ഭേദഗതികളോടുകൂടി നിഘണ്ടുവിൽ ഉൾച്ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നത് സാമാന്യ ഭാഷയിൽ ഇന്നാണെങ്കിൽ പോലും അത് വലിയ അത്ഭുതമാണ് എന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ്. ഈ ശനിയനും അതുപോലെ വേപ്പേച്ചും ഒക്കെ അതിന് സമാനമായ പദങ്ങൾ ഗുണ്ടട്ട് നിഘണ്ടുവിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേവലം യാദൃച്ഛികമല്ല, അതൊരു അത്ഭുതം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏത് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാലും ഏത് ലെൻസിന്റെ കീഴിൽ കൂടി നോക്കിയാലും അതൊരു അത്ഭുതം തന്നെയാണ്. ഈ ഈ ഇപ്പം ഞാൻ 2 മാതൃക പറഞ്ഞോളൂ. ഈ 2 മാതൃക കൊണ്ട് ഇതിനെ അളക്കാനൊന്നും പറ്റില്ല എന്നറിയാം. തൽക്കാലം അത് വിട്ടു. ഇപ്പൊ കഴിയും, തീർക്കാം. പിന്നെ ഞാനിത് പെട്ടെന്ന് പറഞ്ഞുവിടാം. ഈ വൃക്ഷങ്ങളുടെ വർഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആലിനെ കുറിച്ച് പറഞ്ഞു, ഉള്ളിയെ കുറിച്ച് പറഞ്ഞു. ഈ പെട്ടെന്ന് കൗതുകം വരുന്ന വാക്കുകൾ മാത്രം പറഞ്ഞു. ഉള്ളിക്ക് തന്നെ കുറേ ഉള്ളികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈരുള്ളി, ചിറ്റുള്ളി, നാട്ടുള്ളി, നീരുള്ളി, വെള്ളുള്ളി, കാട്ടുള്ളി, കാന്തങ്ങ, ഇങ്ങനെ ഇത്രയും തരം ഉള്ളികളുണ്ട് അത്ര. അതുപോലെ കുഞ്ഞുണ്ണി, കഞ്ഞെണ്ണ, കഞ്ഞുന്നി, കയ്യുന്നി, കരച്ചിലന്നി, കൈകന്തി, കയ്യന്നി. കയ്യോന്നി എന്നൊക്കെ പറയുന്ന ഒരു സാധാരണയായിട്ട് അമ്മമാരൊക്കെ മുടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ സസ്യമാണ്. അതിൻ്റെ ഇത്രയും വകഭേദങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ കർമോസ്, പപ്പായ, അതൊക്കെ ഇവിടെ അറിയാൻ പറ്റുന്നതായിരിക്കും. കൈതച്ചക്ക, അനാസി, അനനാസ്. ഈ അനാസിയും അനനാസും എന്നെ സംബന്ധിച്ച് പുതിയ വാക്കുകളാണ് കേട്ടോ. കൈതച്ചക്കയ്ക്ക് അങ്ങനെയൊക്കെ പേര് പണ്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ പിന്നെ അതുപോലെ ദേശപ്പേരുകൾ, കോഴിക്കോടിൻ്റെയൊക്കെ ദേശപ്പേര് നിങ്ങൾ കേൾക്കണം കേട്ടോ. കുക്കുടപുരി എന്നൊരു പേരുണ്ട് കോഴിക്കോട്ടുകാരായതുകൊണ്ട് പറയുന്നതാണ്. ഗോപടകപുരി, ഇങ്ങനെയൊക്കെ പേര് കോഴിക്കോടിനുണ്ടായിരുന്നത്ര. എനിക്കറിയില്ല, കോഴിക്കോട്ടുകാർക്ക് എന്തായാലും അറിയാം. കുക്കുടപുരി തീർച്ചയായിട്ടും കോഴിക്കോടുകാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗോപകുടപുരി, അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. പിന്നെ തിരൂരിനൊക്കെ വേറെ പേരാണ്. ചേരനാട്ടിലെ മാപ്പിളമാരുടെ ഒരു നഗരം എന്നാണ് തിരൂരങ്ങാടിയും തിരൂരിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തിരൂരിനെ കുറിച്ച് ഈ ചേരനാട്ടിലെ മാപ്പിളമാരുടെ നഗരം എന്ന് പറഞ്ഞതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം ഞങ്ങളുടെ എഴുത്തച്ഛനെ വിട്ടുപോയി എന്നത് നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. എഴുത്തച്ഛനെ കുറിച്ച് ഒരു വാക്ക് പറയാമായിരുന്നു, പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അച്ചുകുത്ത്, ടൈപ്പ് കട്ടിങ്ങിന് അച്ചുകുത്ത്, അച്ചിത്തടി, ആക്സിൽ ട്രീക്ക് അച്ചിത്തടി എന്ന് പറയുന്നു. ഒട്ടം, ഈ ഓട്ട അടയ്ക്കുന്നില്ലേ, ഹോളിങ്ങനെ അടയ്ക്കുന്ന, ഓട്ട അടയ്ക്കുന്നതിന് ഒട്ടം എന്നായിരുന്നു അത്ര പദം. അങ്ങനെ ഒരു പദമുണ്ട്. ഈ ആധാരം ഒപ്പിടിക്കുന്നതിന് ജന്മിക്ക് കൊടുക്കുന്ന ഫീസ്, 4 പണമാണ് അന്നത്തെ ഫീസ്, അതിന് ഒരു പദം ഉണ്ടായിരുന്നു അത്രേ, ഒപ്പുകാണം. പിന്നെ കാവുതി, കാവിതി, കാവുതിയൻ എന്ന് പറയുന്നത് ക്ഷുരകനെയാണ്. അങ്ങനെയുള്ള കുറേ വാക്കുകൾ. അപ്പം ഇത് മാത്രമല്ല, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ, വിദേശ ഭാഷകളിൽ നിന്ന് പിന്നെ വന്ന വാക്കുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, 56 കേരളം ഒന്നായല്ലോ. കേരളം ഒന്നായ സമയത്ത് എല്ലാ കോടതികളിലും മസാൽച്ചിമാരെ നിയമിക്കണമെന്ന് മലബാറിലെ ഒരു മെമ്പർ നിയമസഭയിൽ പറഞ്ഞു അത്രേ. മസാൽച്ചി. അപ്പോൾ എല്ലാ കോടതിയിലും മസാൽച്ചിയെ നിയമിക്കണമെന്ന് പറഞ്ഞപ്പം നിയമസഭയിൽ അത് വലിയ ഒച്ചപ്പാടും ബഹളം ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീയെ നിയമിക്കാൻ പറ്റത്തില്ലെന്നാണ്. മസാൽച്ചി എന്ന് പറയുന്ന ഏതോ സ്ത്രീയുടെ പേരാണ്, സ്ത്രീവർഗത്തിൻ്റെ പേരാണ് എന്നൊക്കെ നിയമസഭയിൽ അന്നുണ്ടായിരുന്ന മെമ്പർമാർക്ക് തോന്നിയെന്നാണ്. ശരിക്കും മസാൽച്ചി എന്ന് പറഞ്ഞാൽ
ആ വാക്കിന്റെ അർത്ഥം വിളക്ക് കൊളുത്തുന്നയാളെന്നാണ്. വിളക്ക് കൊളുത്തുന്ന, കോടതിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് നിയമസഭയിൽ വന്നത്. പക്ഷെ മസാൽച്ചി അങ്ങനെ ഒരു സ്ത്രീയെ പറ്റത്തില്ല, അത് അതിന് എതിർപ്പുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്, സമയക്കുറവ് കാരണം. ഞാൻ ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. വാസ്തവത്തിൽ ഈ ഗുണ്ടർട്ടിനെ നമ്മളിപ്പോൾ വീണ്ടെടുക്കുകയാണ്. ഈ ഗുണ്ടത്തിനെ വീണ്ടെടുക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഇന്ന് നിങ്ങളെ കണ്ട് ഈ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കിടുകയാണ്. ഒപ്പം ഞാൻ ഇതുവരെ ഒരൊറ്റ അവാർഡ് ഫംഗ്ഷനും അതിനോടൊപ്പം ഒരു ദേശീയ സെമിനാറും കൂടി സംഘടിപ്പിച്ചത് ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അതിന് ഇതിൻ്റെ സംഘാടകരെ മുക്ത കണ്ട് അഭിനന്ദിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വാസ്തവത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഗുണ്ടർട്ടിനെ നമ്മൾ പുനർവായിക്കുക മാത്രമല്ല, ഇതൊരു പുതിയ ശീലം തുടങ്ങി വെക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ശീലം, ഒരു പുതിയ സംസ്കാരം തുടങ്ങി വെക്കുന്നു എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർക്ക് അഭിമാനിക്കാം. ഇതിൻ്റെ 1ാം പതിപ്പിന് ആദ്യത്തെ പുരസ്കാരം പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന വള്ളിക്കാവ് മോഹൻദാസ് സാറിന് കിട്ടിയതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അദ്ദേഹം നിർബന്ധമായും ഗുണ്ടർട്ടിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഗുണ്ടർട്ടിൻ്റെ പേരുള്ള ആദ്യത്തെ പുരസ്കാരത്തിന് അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്. അക്കാര്യത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.